ഹലോ, ഞാൻ ലിപില്ലി. അപ്പൊ ഞാനിന്ന് മലയാളത്തിന്റെ ബ്രഹ്മാണ്ഡ ചിത്രം, അതായത് എമ്പുരാൻ സിനിമ കണ്ടു. അതായത് നമ്മുടെ ലൂസിഫറിന്റെ രണ്ടാം ഭാഗം. അപ്പൊ പടം കണ്ടത് ഞാൻ ഇന്നലെയാണ് ലൂസിഫർ ഒന്നുകൂടി കാണുന്നത്. പടം ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് എമ്പുരാൻ എന്ന് പറഞ്ഞ പടം. അതായത് ലൂസിഫറിന്റെ ഒരു തുടർച്ച പോലെ എമ്പുരാനിൽ കാട്ടുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, എമ്പുരാനിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വയലൻസ്, അതായത് ആക്ഷൻ കുറച്ച് കൂടുതലാണ്. അതായത് എങ്ങനെ പറയാ, ഇപ്പൊ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ പൃഥ്വിരാജിന്റെ പാസ്റ്റ് കാട്ടുന്ന ഒരു പടമാണ് എമ്പുരാൻ. അതില് മോഹൻലാലിന്റെ ഗംഭീരമായ ഒരു ഗെറ്റപ്പ്, പുള്ളിക്കാരന്റെ ഇൻട്രോ മുതൽ തിയേറ്ററിൽ കിടന്ന് രസമായിരുന്നു. അതായത് ഇൻട്രോയില് വരുമ്പോ തന്നെ പുള്ളിയുടെ ബി ജി എമ്മും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും ഒക്കെ കിട്ടുന്ന സംഭവമായിട്ട് തിയേറ്ററിൽ കിട്ടിയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ഇതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഉണ്ട്. ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അന്യായ ഫൈറ്റ്. അതായത് നമ്മുടെ പൃഥ്വിരാജൊക്കെ കിടന്ന കസറാണ് പുള്ളിയും മോഹൻലാലും ആ ഫൈറ്റ് ഒക്കെ ചെയ്യുമ്പോ. പിന്നെ അതുപോലെ തന്നെ കാടിന്റെ ഉള്ളിലേക്ക് ഒരു ഫൈറ്റ് ഉണ്ട്, അതും കിടിലം തന്നെ. അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സീനുണ്ട്. അതായത് മറ്റേ ലേസർ തോക്ക് ലേസർ ഇല്ലേ, ലേസറും വെച്ചൊക്കെ ചെയ്യുന്ന സംഭവം, അതൊക്കെ രസമായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല രസമായിട്ടുണ്ട്. പിന്നെ ഈ പടത്തിന്റെ മെയിൻ, അത് ഞാൻ വിചാരിച്ചതെന്ന് പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു ഇൻട്രോ ഒക്കെ ഉണ്ടാവും വിചാരിച്ചത്. മമ്മൂക്കയുടെ ഒരു ഇൻട്രോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും കണ്ടില്ല. മമ്മൂക്ക് ഈ പടത്തിലൊരു ഭാഗമേ അല്ല. അതായത് വോയിസ് ഓവർ പോലും മമ്മൂക്കയുടെ ഇല്ല. പിന്നെ അല്ല, മര്യാദയ്ക്ക് പറയണെങ്കിൽ ഇന്റർവെല്ലിന് മറ്റേ ബസുകാരെ ട്രെയിലർ ആട്ടെന്ന് അങ്ങനെ വിചാരിച്ചു, അതുപോലും ഉണ്ടായില്ല. എന്തായാലും പടം നല്ല ഞെരി പടം, എമ്പുരാൻ പടം ഞെരി. അതായത് ഫസ്റ്റ് ഹാഫ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്കെന്താ, എനിക്ക് ലാഗ് തോന്നില്ല പടത്തില്. പിന്നെ സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ ലാഗല്ല, അതായത് കുറച്ച് ലെങ്തി ആയിട്ട് തോന്നി. പടം മൊത്തം ഒരു 3 മണിക്കൂറിന്റെ ലെങ്ത് ഉണ്ട്. സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാൽ കുറെ സീൻസ് ആവശ്യമില്ലാത്ത പോലെ തോന്നി. പക്ഷെ അതൊന്നും സിനിമയുടെ ഒരു ആസ്വാദനത്തെ ബാധിക്കണമെന്നില്ല. എന്തായാലും പടം മസ്റ്റ് വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന്റെ വേറൊരു കാര്യം പറഞ്ഞാൽ ഇതിലൊരു ക്യാമിയോ ഒക്കെ ഉണ്ട്. അത് മറ്റേ L3, അതായത് ലൂസിഫറിന്റെ 3ാം ഭാഗത്തിലേക്കുള്ള ഒരു ഒരു സ്റ്റാർട്ടപ്പ് പോലെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ചെയ്യുന്നത് വേറൊരാളായി, അതിൽ വന്നിക്കുന്നത് വേറൊരാളാണ്. അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടും. പിന്നെ ഈ പടത്തിൽ ഒരു ഡ്രാഗൺ എന്ന് പറഞ്ഞ വില്ലനില്ലേ, ആ വില്ലനെ സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല, അത് ആരാന്ന് പോലും എനിക്കറിയില്ല. അത് എന്നെ പോലെ അത് ആരാന്ന് അറിയാത്ത കുറേ പേര് പടം കണ്ടിട്ടുണ്ടാവും. പക്ഷെ അവർക്കൊന്നും ആ വില്ലനെ അങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അത് മാത്രമല്ല, ഇപ്പൊ റൂമേഴ്സ് കുറേ വന്നിരുന്നു. അതായത് ആ വില്ലൻ അമീർ ഖാനൊക്കെ അയക്കുന്നു. അമീർ ഖാൻ എങ്ങനെ ഈ പടത്തിൽ വന്നായിരുന്നില്ല. ഈ പടത്തിന്റെ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഉള്ളതിന്റെ റേഞ്ചിന്റെ ഒരു 4 ഇരട്ടിയെങ്കിലും റേഞ്ച് കയറിയാണ് അമീർ ഖാൻ എങ്ങനെ വന്നായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മമ്മൂക്കയുടെ ഈ പടത്തിലും കൂടി ഉണ്ടെങ്കിൽ ഉണ്ടല്ല, ഇത് എവിടെ പോയി നിൽക്കുമായിരുന്നു പറയാൻ പറ്റില്ല. എന്തായാലും ഒരു മസ്റ്റ് വാച്ചബിൾ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇനിയിപ്പോ ഉച്ചക്ക് മറ്റേ സൂര്യയുടെ പടം കാണണം, അതായത് അങ്കവല്ലി കാണണം. എന്തായാലും ഞാനൊരു 5 ഒരു 5 തന്നെ കൊടുക്കും. കാരണം എനിക്ക് പടം ഇഷ്ടപ്പെട്ടു.